ഡബിൾ 8 അത് സമ്പത്തിന്റെ നക്ഷത്രം. അവിടെയാണ് നമ്മുടെ പ്രധാന ഡോർ നിൽക്കുകയാണെന്നെങ്കിൽ ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രധാന ഡോർ ഇരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണെന്ന് കരുതി ഒരുപാട് ദൗർഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. 5 എന്ന് പറയുന്ന വാട്ടർ സ്റ്റാർ എൻട്രൻസ് നിൽക്കുന്നിടത്തോളം കാലം ഈ വീട് ടോട്ടൽ ലോസിലേക്ക് ഒറ്റ റൂമിന്റെ മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നു. നമസ്കാരം. പ്രശസ്ത വാസ്തു ഫുങ്ഷു കൺസൾട്ടന്റ് സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, ഇപ്പൊ തുടർന്നുള്ള എപ്പിസോഡുകളിൽ കുറച്ചുപേര് ചോദിച്ച ചോദ്യമാണ്, നമ്മൾ ഓരോ ദിക്കനുസരിച്ചിട്ടാണോ വീടിന്റെ ദോഷം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നടക്കുക എന്ന് നമ്മൾ പറയില്ലേ, അത് എത്രത്തോളം തമ്മിൽ ഇന്റർലിങ്ക്ഡ് ആണ് അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് വാസ്തുവിലാണെങ്കിൽ, ഇപ്പൊ ഞാൻ വാസ്തു ഫംഗ്ഷൻ രണ്ടും ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ വാസ്തുവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിഴക്ക് ദർശനമുള്ള ഒരു വീടിനെ പറ്റി സംസാരിക്കാം. വാസ്തുവിലാണെങ്കിൽ കിഴക്ക് ദർശനമുള്ള ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അവർ കിഴക്ക് ദർശനം, അപ്പോൾ ആ ഒരു ഒറ്റ തിയറി അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഫംഗ്ഷു പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് ദർശനമെന്ന് പറയുന്നത് 67.5 മുതൽ 112.5 വരെയുള്ള 45 ഡിഗ്രി കിഴക്കിന്റെ ഡിഗ്രിയാണ്. അതായത് 67 മുതൽ 112 വരെയുള്ള 45 ഡിഗ്രി. അപ്പൊ ഇതിൽ ഏത് വന്നാലും കിഴക്കാണ്. ആ കിഴക്കിനെ തന്നെ ഫംഗ്ഷയിൽ 3 തിരിക്കുന്നുണ്ട്. ഈസ്റ്റ് 1, ഈസ്റ്റ് 2, ഈസ്റ്റ് 3. അപ്പം മൊത്തത്തിൽ 45 ഡിഗ്രി ആണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ 15 വീതം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം കിട്ടുന്ന ഒരു 15 ഡിഗ്രി ഈസ്റ്റ് 1 ആണ്. രണ്ടാമത് കിട്ടുന്ന ഒരു 15 ഡിഗ്രി ഈസ്റ്റ് 2 ആണ്. മൂന്നാമത് ഇരിക്കുന്നത് ഈസ്റ്റ് 3 ആണ്. അപ്പൊ നമുക്ക് കിഴക്ക് ദർശനമായിട്ടൊരു വീട് എടുത്തു. വീടിന്റെ ഒരു ഡിഗ്രി 80 ഡിഗ്രി ആണെന്ന് കരുതുക. ഈ 80 ഡിഗ്രിയിൽ നമ്മളൊരു വീട് പണി കഴിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്തത് 85 ഡിഗ്രിയിൽ ഒരു വീട് പണി കഴിപ്പിച്ചു. ഇതിന്റെ രണ്ടിന്റെയും ഫ്ലൈങ് സ്റ്റാർ നമ്പർ വ്യത്യാസമായിരിക്കും. പക്ഷെ വാസ്തുവിൽ ഇത് രണ്ടിനും എടുക്കുന്ന കണക്കൊന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? വാസ്തുവിൽ ഒരു 90 ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് 10 ഡിഗ്രി അപ്പുറത്തോട്ടോ 10 ഡിഗ്രി ഇപ്പുറത്തോട്ടോ വന്നാലും അവര് ഈസ്റ്റ് എന്നുള്ള കണക്കിലാണ് വാസ്തുവിൽ എടുക്കുന്നത്. പക്ഷെ ഫെങ്ഷുയി വന്നപ്പോൾ ഈസ്റ്റിൽ തന്നെ വന്ന 80 ഡിഗ്രിക്കും ഈസ്റ്റിൽ തന്നെ വന്ന 85 ഡിഗ്രിക്കും രണ്ട് ഫ്ലൈങ് സ്റ്റാർ ആണ്. അത് ഫ്ലൈങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ പോരാ, ആ വരുന്ന നക്ഷത്രങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഈസ്റ്റ് 1 വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 88 ആണ്. അതായത് 2004 മുതൽ 2024 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ വെച്ച് ഈസ്റ്റ് 1 വന്നിരിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ സെൻട്രൽ ഭാഗത്ത് ഈസ്റ്റ് ദിക്കിൽ വന്നിരിക്കുന്ന നക്ഷത്രം 88 ആണ്. അത് സമ്പത്തിന്റെ നക്ഷത്രമാണ്. അവിടെയാണ് നമ്മുടെ പ്രധാന ഡോർ നിൽക്കുകയാണെന്നെങ്കിൽ ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നക്ഷത്രം കൊണ്ടുവന്നത്. അതേസമയം നിങ്ങളുടെ വീട് 85 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. ഇത് ഈസ്റ്റ് 2 മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രധാന ഡോർ ഇരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദൗർഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെക്ക് കിഴക്ക്, കിഴക്ക്, വടക്ക് കിഴക്ക്, അങ്ങനെ ഒരു 3 ഏരിയയാണ് ഫ്രണ്ടിൽ കിട്ടുന്നത് അല്ലെ? കിഴക്ക് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം വടക്ക് കിഴക്ക്, സെന്ററിൽ കിഴക്ക്, ഇങ്ങേയറ്റം തെക്ക് കിഴക്ക്. അപ്പോ തെക്ക് കിഴക്കിൽ വരുന്ന സ്റ്റാർ ഒരു ടോട്ടൽ ലോസിന്റെ സ്റ്റാർ ആണ്. 2-5 കോമ്പിനേഷൻ ആണ് ഈസ്റ്റ് 2 തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രധാന ഡോർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തൊടുന്നതും പിടിക്കുന്നതും മൊത്തം നഷ്ടമായിരിക്കും. ഒരുപാട് വീടുകൾ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഇപ്പൊ പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. പല കാര്യങ്ങളും നോക്കിയിട്ട് അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അവരുടെ അടുക്കള അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം വാസ്തുപ്രകാരം പറഞ്ഞ സ്ഥലങ്ങളിൽ തന്നെയാണ് ഇരിക്കുന്നത്. 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് തന്നെയാണ് അടുക്കള ഇരിക്കുന്നത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് ജീവിതത്തിലുണ്ടാവും. അപ്പൊ അവർക്ക് പുറമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്താൽ നമുക്ക് കൃത്യമായിട്ടും ബോധ്യമാവും. കാരണം ഇവിടെ പ്രധാന ഡോർ നിൽക്കുന്നത് ഏറ്റവും മോശം കോമ്പിനേഷനായ 2-5 കോമ്പിനേഷനിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ഈ ഓരോ നമ്പറുകൾക്കും ഓരോ സ്വഭാവമുണ്ട്. 1 തൊഴിലാണെങ്കിൽ 3 കലഹമാണ്, 5 ആണെങ്കിലോ ടോട്ടൽ ലോസ് ആണ്. അപ്പൊ 5 എന്ന് പറയുന്ന വാട്ടർ സ്റ്റാർ അവരുടെ എൻട്രൻസ് നിൽക്കുന്നിടത്തോളം കാലം ഈ വീട് ടോട്ടൽ ലോസിലേക്ക് പോകും. നമ്മൾ ഒരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങളിത് ഡോർ മാറ്റിപ്പണിയൂ എന്ന് പറയുന്ന ഒരേ ഒരു സ്ഥലം ഈ 5 വരുന്ന സ്ഥലമാണ്. എൻട്രൻസുകൾ ചെയ്യാൻ പറ്റും, പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കും. കാരണം അത്രയും മോശക്കാരനാണ് ഈ 5 എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മാത്രമാണ് നിങ്ങൾ ഡോർ മാറ്റി അടുത്തൊരു ഡയറക്ഷനിലോട്ട് വെക്കാൻ പറയുന്നത്. അതേസമയം ഈ കിഴക്ക് ദർശനമുള്ള വീടിന്റെ ഈസ്റ്റ് 2 വീടാണെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് 2-5 കോമ്പിനേഷൻ വന്നെന്ന് പറഞ്ഞല്ലോ, അതേ പ്രോസ്പെരിറ്റി ഉള്ള വേറൊരു നമ്പർ അതിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുണ്ടായിരുന്നു 7-9. അപ്പൊ അവർക്ക് അവിടെ ഡോർ വെച്ചെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അതുമൂലം സാധിച്ചേനെ. പക്ഷെ അവർ ആദ്യമേ ആ ഒരു സ്റ്റാറോ ഫ്ലൈങ് സ്റ്റാറോ നോക്കിയിട്ടല്ല അവർ വീട് വെച്ചത്.
അപ്പോൾ ഫ്ലൈങ് സ്റ്റാർ നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നെങ്കിൽ ഇവർക്ക് കിഴക്കിലാണ് ഡോർ വരേണ്ടത്. അത് അവർക്ക് തെക്ക് കിഴക്ക് വേണമെങ്കിലും വെക്കാം, വടക്ക് കിഴക്ക് വേണമെങ്കിലും വെക്കാം. അപ്പൊ ആദ്യമേ അതനുസരിച്ച് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഡോറിനെ കൊണ്ടുവരാമായിരുന്നു. സർ, അപ്പൊ നമുക്ക് ഇന്ന ഒരു ദിക്കാണ് എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഏറ്റവും പ്രോസ്പെറസ് ആയിട്ട് വീട് ഇന്ന ദിക്ക് ഫേസ് ചെയ്ത് വെച്ചാലാ നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫെങ്ഷുയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഫെങ്ഷുയിൽ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെങ്ഷുയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറിനാണ്. ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉള്ള സ്ഥലത്ത് അതിന്റെ സ്വഭാവം അത് കറക്റ്റ് കാണും. അത് പിന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാറത്തില്ല. ഇതേ സമയം ഇപ്പൊ നമ്മളൊരു വീട് കൊണ്ടുപോയി വെച്ചപ്പോഴത്തേക്ക് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നമ്മൾ എടുത്തു, അതിനകത്തോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തു. ആ നമ്പർ പിന്നെ ഒരിക്കലും മാറൂല. പക്ഷെ എന്ന് പറഞ്ഞാൽ വീടിന്റെ തിരിവിനനുസരിച്ച്, ഡിഗ്രി മാറുന്നതനുസരിച്ച് ഫ്ലൈങ് സ്റ്റാർ നമ്പർ മാറും. ഇപ്പൊ പറഞ്ഞില്ലേ 80 ഡിഗ്രിയിൽ പിടിച്ചു വെച്ചൊരു വീടാണെങ്കിൽ അതിൽ ഇന്ന നമ്പറുകൾ, 85 ഡിഗ്രിയിലാണെങ്കിൽ അതിൽ അടുത്ത വേറെ നമ്പറുകൾ. അപ്പൊ ഡിഗ്രി മാറിയപ്പോൾ 5 ഡിഗ്രിയുടെ വ്യത്യാസം ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ മാറി. അത് വാതിലിൽ മാത്രമല്ല, 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും അതുപോലെ മാറുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് റൂമിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സർ, ഇപ്പൊ ഫ്ലൈങ് സ്റ്റാർ മാറുന്നു എന്ന് പറഞ്ഞു. നമ്മളിപ്പോ മുറി മാറി കിടക്കുകയാണെങ്കിൽ അതെന്തെങ്കിലും ദോഷം ഉണ്ടാക്കുമോ? ഉറപ്പായിട്ടും നിങ്ങൾ കിടക്കുന്ന മുറിയിലെ നക്ഷത്രം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഇത് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫ്ലൈങ് സ്റ്റാർ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ പറഞ്ഞ് വരികയാണ്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ഇന്ന കണക്കൊരു നക്ഷത്രമുണ്ട്, നമ്മൾ അറിയാതെയോ കിടക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നക്ഷത്രത്തിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വാതിലിലോ ബെഡ്റൂമിലോ വന്നിരിക്കുന്ന നക്ഷത്രങ്ങളെങ്കിലും നമ്മൾ തിരിച്ചറിയുക. ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പൊ നിങ്ങൾ കിടക്കുന്ന റൂം ഒരു 5-2 കോമ്പിനേഷനുള്ള റൂമിലാണ് നിങ്ങൾ കിടക്കുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു 9-7 കോമ്പിനേഷന്റെ റൂമുണ്ട്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല ഇതിൽ ഈ റൂമിലാണോ നല്ലത്, ആ റൂമിലാണോ നല്ലത്. നിങ്ങൾ ഈ 5-2 കോമ്പിനേഷനിൽ കിടന്നിട്ട് നിങ്ങൾ കിടന്ന് കരയാണ്, അയ്യോ എന്റെ ജീവിതത്തിൽ എല്ലാ നഷ്ടങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ വിലപിക്കുകയാണ്. നിങ്ങൾ കിടക്കുന്ന റൂം അതായത് കൊണ്ടാണ് പ്രശ്നം. ആ റൂമിലെ ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ റൂമിൽ നിന്നും മാറി അടുത്ത റൂമിലേക്ക്, അടുത്ത ഒരു 9-7 കോമ്പിനേഷൻ ഉള്ള റൂമിലേക്കാണ് നിങ്ങൾ ചെന്ന് കിടക്കുന്നതെങ്കിലോ, വാതിലിൽ നല്ല നക്ഷത്രം നിൽപ്പുണ്ടെങ്കിലോ, ഓട്ടോമാറ്റിക് ആയിട്ട് ഒറ്റ റൂമിന്റെ മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുപോകും. അതേപോലെ സാർ, ഇപ്പം നമ്മൾ കിച്ചൺ ഏരിയ യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി സ്ത്രീകളായിരിക്കും പറയുന്നത്, ആ ഒരു സ്പേസ് അവർക്ക് പോരാഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ ഇറക്കണം, ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തതിന് വീടിന്റെ ഭാഗമായിട്ട് തന്നെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ വർക്ക് ഏരിയ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? ഉറപ്പായിട്ടും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക് ഇതാണ്. നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം അവർക്ക് ചോദിക്കും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മിക്കവരുടെ കയ്യിലും പ്ലാൻ കാണും. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി അവർ തരും. ഈ പ്ലാൻ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഓരോ മുറികളും കാണും. കണ്ടിട്ട് ഈ പ്ലാനും ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം വളരെ കൃത്യമായിട്ടാണ് അവർ വാസ്തുപ്രകാരം ചെയ്തിരിക്കുന്നത്. ഫെങ്ഷുയുടെ നമ്പർ എന്താണെന്ന് നമുക്കറിയില്ല, അത് പിന്നെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കറിയത്തുള്ളൂ. പക്ഷെ വാസ്തുപ്രകാരം ഇവർ ഓരോന്നും കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നോക്കി അടുക്കളയിൽ എത്തുമ്പോൾ, അടുക്കള ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്താണ് അവർ അടുക്കള വെച്ചത്. ആഹാ അടിപൊളി, തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നികോണിൽ അവർ അടുക്കളയും വെച്ചിട്ടുണ്ട്, വലിയ സന്തോഷമായി. അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അടുക്കളയോട് ചേർന്ന് പുറത്തോട്ട് ഒരു ചെറിയ ഒരു 5 അടി വീതി, ഒരു പിന്നെ അടുക്കളയുടെ അത്രയും നീളത്തിൽ ഒരു ചെറിയ വർക്ക് ഏരിയ ഇതിനോട് ചേർത്ത് പുറത്തേക്ക് പണിയിരിക്കുന്നു. ഇത് പ്ലാൻ തെറ്റിയല്ലോ, ഇത് ആര് വരച്ചത്? അത് ഇന്ന ആളാണ് വരച്ചത്. നമ്മൾ ഇത് അടുക്കള തെറ്റാണല്ലോ സാറേ, ആ പ്ലാനിൽ ഇത് കറക്റ്റാണ്, അടുക്കളയില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇത് നമ്മളുടെ ആവശ്യപ്രകാരം അടുക്കള വെച്ചതാണ്. അവരുടെ വാസ്തു കറക്റ്റ് പ്ലാൻ വരച്ചു എല്ലാം കൊടുത്തു. അപ്പൊ ഇവരുടെ ആവശ്യപ്രകാരം വാസ്തുവിനോട് ചോദിക്കാതെ ഇവരൊരു വർക്ക് ഏരിയ നിങ്ങളിപ്പോ ചോദിച്ചതുപോലെ പുറത്തേക്ക് തള്ളി ഇറക്കിയപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിന്റെ സ്ക്വയർ ഷേപ്പ് പോയി, സൗത്ത് ഈസ്റ്റ് ബഡ്ജ് ചെയ്തു. അപ്പോൾ സൗത്തും സൗത്ത് വെസ്റ്റും സ്വാഭാവികമായും മിസ്സായി. അതായത് തെക്ക് കിഴക്ക് മൂല വളർന്നപ്പോൾ വീട് സ്ക്വയർ ഷേപ്പിലേക്ക് വരണോ? അങ്ങനെയാണെങ്കിൽ സൗത്തും സൗത്ത് വെസ്റ്റും അതിനോടൊപ്പം വന്നാലല്ലേ വരത്തുള്ളൂ. അപ്പൊ ഈ 2 ദിക്കുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. വീടിന്റെ വാസ്തു തെറ്റി, കന്നിമൂല പോയ വീടായി. അപ്പോൾ വർക്ക് ഏരിയ ഒരു ചെറിയ കാര്യമാണ് ചെയ്തത്. വർക്ക് ഏരിയ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു, ഈ വർക്ക് ഏരിയ വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ 1 അടിയോ 2 അടിയോ വിട്ടിട്ട്, ഇതിന്റെ ഈ കെട്ടിടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഈ രീതിയിൽ നിൽക്കാം, അതായത് തൊട്ടില്ലാന്ന് പറഞ്ഞ് നിൽക്കാം, പക്ഷെ ഇതിനെ ടച്ച് ചെയ്യാൻ പാടില്ല. ആ രീതിക്ക് നിങ്ങൾക്ക് ഇതിനെ ചെയ്തെടുക്കാമായിരുന്നു. പക്ഷെ വീടുമായി ചേർത്ത് ചെയ്തപ്പോൾ മിസ്സിംഗ് ആയി മാറി.
അപ്പോൾ വർക്ക് ഏരിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുപോലൊരു മിസ്റ്റേക്ക് കാർ പോർച്ചിലും ആൾക്കാർ കാണിക്കുന്നുണ്ട്. കാരണം കാർ പോർച്ച് ഇതുപോലെ തന്നെ ഇപ്പം വീടെല്ലാം പണിഞ്ഞു വെച്ചിട്ട് ഈ കാർ പോർച്ച് കൊണ്ടുവന്ന് ഇതിൻ്റെ കൂടെ ചേർത്തങ്ങ് ചെയ്യും. ചേർത്ത് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ഇപ്പം വടക്ക് പടിഞ്ഞാറ്, ഇപ്പം യൂട്യൂബിലേക്ക് കേട്ടിട്ടുണ്ട്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് പണിയാമെന്ന് കേട്ടിട്ടുണ്ട്. ഇവർ നേരെ വടക്ക് പടിഞ്ഞാറ് കൊണ്ടുപോയി ഒരു കാർ പോർച്ച് അങ്ങ് പണിഞ്ഞു. വടക്ക് പടിഞ്ഞാറ് കൊണ്ടുപോയി കാർ പോർച്ച് പണിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? വടക്കും പോയി വടക്ക് കിഴക്കും പോയി. നമ്മൾ ഇവിടെ വന്നതിന്റെ നേരെ വിരുദ്ധമായിട്ട് ഇപ്പോൾ സംഭവിച്ചു. വടക്ക് കിഴക്ക് പോയപ്പോൾ വന്ന ഒരു പെയിൻ വിഷയം എന്താണ്? ഈശാന്യം പോയി, വാസ്തുവിന്റെ ശിരസ് പോയി. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അറിയാവുന്ന ഒരാളിനെ വിളിച്ച് കാണിച്ചിട്ട് ചെയ്യണം, കൺസൾട്ട് ചെയ്യാം അല്ലേ? വീട് പണിയുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യും, ഇതിൽ വിശ്വാസമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കും, ഓരോരാളെ കൺസൾട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ നമ്മൾ അതിലൊരു മോഡിഫിക്കേഷൻ വരുത്തുമ്പോഴും അതാണ് സാറിനെ പോലെ അല്ലെങ്കിൽ ഒരാളെ കൺസൾട്ട് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നാണ് സാർ പറയുന്നത്. അപ്പം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ സാറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനിയുള്ള എപ്പിസോഡുകൾ കാണുക, ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.